വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മളൊരു വാട്ട ഈറ്റിന്റെ ഡേ ആണ് കേട്ടോ ഗൈസ് ചെയ്യുന്നത്. വാട്ട ഈറ്റിന്റെ ഡേ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. നമ്മൾ ഇന്നൊരു രാവിലെ മുതൽ വൈകിട്ട് അല്ലെങ്കിൽ രാത്രി വരെയുള്ള ഒരു ഫുഡ് കഴിക്കണതും കുടിക്കണതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്നത്തെ കാണിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇന്നത്തെ ഒരു ചെറിയൊരു ദിവസം എങ്ങനെയാണ് ഫുഡ് കഴിച്ചതെന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോണത്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്റെ ഫുഡ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ വേഗം വീഡിയോയിലേക്ക് പോകാം. കം ഓൺ. അപ്പോൾ ഗായ്സ് ഇന്നൊരു നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്ന ഒരു ദിവസത്തെ വാട്ട ഈറ്റിൻ്റെ ഡേ ആണ് കേട്ടോ. രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് കേട്ടോ ചായ കുടിച്ചത്. അപ്പോൾ ആ ചായ കുടിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് ഇറങ്ങിയത്. വീട്ടിൽ വന്നപ്പോഴാണെങ്കിൽ ഭയങ്കര ക്ഷീണമായിരുന്നു ഗായ്സ്. ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു ചായയും കൂടി, അതായത് കട്ടൻ ചായയാണ് കേട്ടോ, കട്ടൻ ചായയും കൂടി കുടിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എനിക്ക് കട്ടൻ ചായ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. എനിക്കൊരു നമ്മൾ എവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചെന്ന് പറഞ്ഞാലും വീട്ടിൽ വന്നിട്ട് ചായ കുടിക്കുമ്പോഴുള്ളൊരു ഫീല് ശരിക്കും പറഞ്ഞാൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. പലർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ ഫ്രഷ് ആയിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ അതേ ഇടിയപ്പവും ഉണ്ട്, കടലക്കറി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് 2 ഇടിയപ്പവും കുറച്ചധികം കടലക്കറി എടുത്തിട്ടാണ് ഞാനിന്ന് കഴിക്കുന്നത്. അപ്പോൾ ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള മോർണിംഗ് തുടങ്ങിയത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഫുഡ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടിയപ്പം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കാറില്ല, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇടിയപ്പത്തോട്. ഇതിൻ്റെ കൂടെ പിന്നെ എനിക്ക് ചായയൊന്നും കുടിക്കുന്നില്ല, വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 11 മണിയായപ്പോഴേക്കും ഒരു മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് കുരുമുളകും പിന്നെ കുറച്ച് കാഷ്നട്ടും കൂടി എടുത്ത് അത് രണ്ടും കൂടി കഴിക്കാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളൊരു 9 മണിയൊക്കെ ആയപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും ഇതും കൂടി ജസ്റ്റ് ഒന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. നല്ല എൻജോയ് ചെയ്താണ് കേട്ടോ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഉച്ചക്ക് മീൻകറി ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ മീൻ വറുക്കാൻ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീൻ വറുത്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അപ്പോൾ ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്, മീൻ വറുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടി വറുത്തിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ മീൻ വറുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും നമ്മുടെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഓറഞ്ചും ഉണ്ടായിരുന്നു, ആപ്പിളും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഓറഞ്ച് ഒരു ആപ്പിളും എടുത്തിട്ട് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനായി. അങ്ങനെ ഒരു ഓറഞ്ച് എടുത്തിട്ട് അത് ഒരു ഓറഞ്ച് ഫുള്ള് ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു 12 മണിയൊക്കെ ആയി. ആ സമയത്താണ് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് കഴിഞ്ഞ് ഇപ്പോൾ നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ ഗൈസ്. പക്ഷേ എനിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഉറങ്ങണം കിടന്നു. അപ്പം പിന്നെ ഞാൻ ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ഉറങ്ങി കഴിഞ്ഞിട്ടപ്പോഴാണെങ്കിൽ നല്ല അടിപൊളി മീൻകറിയും ചോറും ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂട്ടി. അപ്പോൾ മീൻകറിയും മീൻ വറുത്തതും മാത്രം ഇന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഇത് മുള്ളൻ കറിയാണ് കേട്ടോ ഗൈസ്. നിങ്ങളുടെ നാട്ടിൽ മുള്ളൻ കറിയിൽ എന്താ പറയണതെന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും മുള്ളൻ കറി ഉണ്ട്, പിന്നെ പിലോപ്പിയുടെ ഒരു വാലിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ വറുത്തത്. അത് രണ്ടും മാത്രം ഇന്ന് ഉണ്ടായിരുന്നുള്ളൂ. വെജിറ്റബിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല, വേറെ സൈഡ് ഡിഷ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ അടിപൊളി ലഞ്ചും കഴിഞ്ഞു ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ലഞ്ചിന് ഒരു മീൻ കറിയോ അല്ലെങ്കിൽ മീൻ വറുത്തോ എന്തെങ്കിലുമൊക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ പച്ചക്കറിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, പക്ഷെ ഇന്ന് പച്ചക്കറി ഒന്നും വീട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഈവനിങ് ആയപ്പോഴേക്കും നല്ല അടിപൊളി ചായ ഞാൻ തന്നെ ഇട്ടു കേട്ടോ ഗൈസ്. കട്ടൻ ചായയാണ് ഇടുന്നത്. അപ്പോൾ ഇന്നലെ വറുത്ത് വെച്ച കപ്പലണ്ടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിയാണ് ഇന്ന് കഴിക്കുന്നത്. ഇനി വർക്കിന് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ഫുഡ് റെഡിയാക്കുവാണ് കേട്ടോ ഗൈസ്. ചപ്പാത്തി ഉണ്ടായിരുന്നു, അങ്ങനെ ചപ്പാത്തി ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. രാത്രി കഴിക്കാൻ അത് മതിയല്ലോ. പിന്നെ രാവിലത്തെ തന്നെ കടലക്കറി ഉണ്ടായിരുന്നു. ആ സെയിം കറി തന്നെ ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അതും പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് വിശക്കും രാത്രിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ പിന്നെ അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഞാൻ കാണിച്ചു തന്നില്ലേ ആ ഒരു ആപ്പിളും ഓറഞ്ചും അതുപോലെ തന്നെ ആ ഏത്തപ്പഴവും കൂടി എടുത്തിട്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വാട്ട ഈറ്റിൻ്റെ ഡേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വാട്ട ഈറ്റിൻ്റെ ഡേ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്തു കേട്ടോ. അപ്പോൾ ഈവനിങ്ങോടുകൂടി നമ്മുടെ വാട്ട ഈറ്റിനെ സ്റ്റോപ്പ് ചെയ്യും കേട്ടോ.
കാരണം ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയാണ്, നൈറ്റ് ഷിഫ്റ്റിന് വേണ്ടി പോകാൻ വേണ്ടി പോണേണ്. അപ്പോൾ എന്തായാലും ഇനി പറ്റത്തില്ല. അപ്പോൾ ലഞ്ച് ബോക്സ് നമ്മൾക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ ഞാൻ എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, ലവ് യു ഓൾ.